This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. So guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രോണിക്സിന്റെ പാർട്ട് 2 അപ്ഡേറ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ബ്രോ ഒരു ക്ലിയർ വീഡിയോ ചെയ്യുമോ, ആദ്യത്തെ വീഡിയോ ഒന്നും മനസ്സിലായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി, കാരണം എന്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം റിക്കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. സോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. സോ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രോണിക്സിലോട്ടുള്ള ആക്സസ് കിട്ടുന്നത്, അതേപോലെ എങ്ങനെയാണ് ട്രോണും അതേപോലെ ഷീബ ഇനുവും നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ അത് എങ്ങനെ വിഡ്രോ അടിക്കാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് വാലറ്റ് ഉണ്ട്, അതേപോലെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യേണ്ടത്, അതും വിത്തൗട്ട് എന്താണ് മണി നിങ്ങളുടെ ലോസ്റ്റ് ആകാത്ത കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ടായിരിക്കും പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ പോകുന്നത്, സോ നമുക്ക് അത് നോക്കാം. ആക്സസ് കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ നേരെ എന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഓപ്പൺ ആക്കുക. OGR എന്നാണ് പേര്. നമ്മുടെ ബയോയിൽ ട്രോണിക്സ് മൈനർ എന്ന് പറയുന്ന ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ബയോയില്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നേരെ നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ട്രോണിക്സ് മൈനറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആവും. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. സോ വൺസ് നിങ്ങൾ പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ആപ്പ്, റീഡ് മീ, ന്യൂസ്, ചാറ്റ് എന്ന് പറഞ്ഞ എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ആപ്പ് കൊടുക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് ആപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇന്റർഫേസ് പതിയെ ലോഡായി വരും. സോ ഇവിടാണ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടി കാണുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ മൈനിങ് സ്പീഡും അതേപോലെ എത്രയാണ് കറന്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള എമൗണ്ടും കാണാൻ പറ്റും. സോ 3 ദിവസം എടുക്കും ഒരു TRX ഉണ്ടാവാൻ, അല്ലെങ്കിൽ ട്രോൺ ഉണ്ടായെടുക്കാൻ. സോ ആ ട്രോൺ നിങ്ങൾക്ക് ഇവിടെ 1 ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ട്രോൺ ബാലൻസ് കിട്ടാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രോൺ കിട്ടാൻ പോകുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൽ ത്രൂ ആണ്. സോ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് 4 കാര്യങ്ങൾ, ഐ മീൻ ഇതിനകത്ത് മെഷീൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ടാസ്ക് അല്ലെങ്കിൽ 5 ടാസ്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 5ാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. സോ അത് ചെയ്യണ്ട, നിങ്ങൾ ആരും ഇതിൽ കാശ് ഇടണ്ട. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 4 മെഷീൻസ് മാത്രം ചെയ്തിരുന്നാൽ മതി. ആൻഡ് ഈ സെക്കൻഡ് മെഷീന് ചിലവർക്കേ കിട്ടത്തുള്ളൂ, കാരണം എന്തോ ഗ്ലിച്ച് ഉണ്ട്. അത് നമ്മൾ ജോയിൻ ചെയ്താലും നമുക്കത് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ ഇന്റർഫേസിൽ ഇനിയുള്ളതാണ് വാലറ്റ്. സോ ഈ വാലറ്റിലാണ് നമ്മുടെ കറന്റ് ബാലൻസ് ആയിട്ടുള്ള ട്രോണും അതേപോലെ ഷീബ ഇനും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ എത്ര ഷീബ ഇനും ഉണ്ട്, അതുപോലെ എത്ര ട്രോൺ ഉണ്ടെന്ന് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ സെൻഡ് ബട്ടണും വിത്ത്ഡ്രോവൽക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് ലേറ്റർ ഓൺ പറയാം. ഓക്കെ, സോ ഇനിയാണ് ഫ്രണ്ട്സ്. സോ നിങ്ങൾ ഇവിടെ എത്ര പേരെയാണോ റെഫർ ചെയ്യുന്നത് അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ റിവാർഡ്, ഇപ്പോൾ ട്രോൺ ആണെങ്കിൽ ട്രോൺ, ഷീബായിനും ആണെങ്കിൽ ഷീബായിനും, അതെല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ഇത്രയുള്ള ഇതിന്റെ ഇന്റർഫേസ് വരുന്നത് വളരെ സിമ്പിൾ ആണ്. സോ ഇനി എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ട്രോണിക്സ് മൈനറിൽ നമുക്ക് 2 രീതിയിലാണ് മൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിരുന്നാൽ മാത്രം മതി. ലൈക്ക് ഹാംസ്റ്റർ കോയിൻ പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും വേണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ദിവസം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അങ്ങനെ 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഓരോ ട്രോൺ വെച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് 20 ട്രോൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന സെൻഡ് ബട്ടൺ കണ്ടോ. സോ അവിടെ 20 ട്രോൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഷീബ ഇനുടെ ബാലൻസ് കാണാൻ പറ്റും. ഷീബ ഇനു ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഏകദേശം 8 ലക്ഷത്തി സംതിങ് ആണ്. നിങ്ങൾ ഇവിടെ സെൻഡ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന്റെ മിനിമം ബാലൻസ് എഴുതുന്നത് വെച്ചാൽ ഏകദേശം 3 ലക്ഷം ഷീബ ഇനുമാണ് നിങ്ങൾക്ക് മിനിമം വേണ്ടത്. അത് ഇവിടെ ഏകദേശം 3 ലക്ഷം ഷീബ ഇനുമാണ് നിങ്ങളുടെ കയ്യിൽ മിനിമം വിഡ്രോവൽ വേണ്ടത്. അതേപോലെ 3000 രൂപയാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഫീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ആ ഒരു ഫീസ് പിടിക്കും നിങ്ങൾ ഇതേ മൈൻ ചെയ്യുമ്പോൾ. സോ ട്രോണിന്റെ മിനിമം വിഡ്രോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 ആണ്. അതിന്റെ നെറ്റ്വർക്ക് ഫീസ് വരുന്നത് വെച്ചാൽ 2.5 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 20 ട്രോൺ നിങ്ങളുടെ ബാലൻസിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ 2.5 ട്രോൺ അവരുടെ ഫീസ് ആയിട്ട് പിടിക്കും. ഓക്കെ, സോ മെത്തേഡ് 2 ആണ് പ്രോപ്പർ ആയിട്ടുള്ള റെഫറൽ. ഇത് ത്രൂ നിങ്ങൾക്ക് ട്രോണും കിട്ടും, അതേപോലെ ഷീബ ഇനും കിട്ടും. സോ ഇവിടെ ഷീബ ഇനും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഓരോ റെഫറലിനും കിട്ടും. പക്ഷെ ട്രോണിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് ആണ്. നിങ്ങൾ ഒത്തിരി റെഫറലൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ബോണസ് ആയിട്ട് കയറും. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള മിഷൻസും ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷീബ ഇനും അല്ലെങ്കിൽ ട്രോൺ ബോണസ് ആയിട്ട് കിട്ടും. സോ എങ്ങനെ ആക്സസ് കിട്ടും, അതേപോലെ ഇതിന്റെ ഇന്റർഫേസ് നിങ്ങളെ പരിചയപ്പെടുത്തി, അതേപോലെ 2 ടൈപ്പ് ഓഫ് മൈനിങ് മെത്തേഡ് പരിചയപ്പെടുത്തി, ആൻഡ് ട്രോണിക്സിന്റെ ഏകദേശം 80% കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് മതി നിങ്ങൾ ഉണ്ടാക്കിയ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ക്ലിയർ കട്ട് ആയിട്ട് ലിസൺ ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ 2 വാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വാരിക്സും അതേപോലെ ബിഗ്ഗറ്റിന്റെ വാലറ്റുമാണ് ഉപയോഗിക്കുന്നത്.
സോ ഞാൻ ഇവിടെ വാരക്സ് ഉപയോഗിക്കുന്നത് എൻ്റെ ട്രോണിന്റെ ബാലൻസ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ വാരക്സിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ TRC20 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക്. സോ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും TRC20 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക്. സോ ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ട്രോൺ വീഴത്തുള്ളൂ. സോ ഞാൻ എന്റെ ബിഗ്ഗറ്റ് വാലറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് TRC20 ഒന്നും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വാരക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലോട്ട് KYC ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് ചെയ്തത്. സോ ഷീബയിന് വിഡ്രോയിന് ഉപയോഗിക്കുന്നതാണ് ബിഗ്ഗറ്റ്. സോ ഈ ഒരു ബിഗ്ഗറ്റ് ആപ്ലിക്കേഷനിലുള്ള നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ BEP20 എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് വേണ്ടത്. ഓക്കെ, അത് നമ്മുടെ ബിഗ്ഗറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലേക്കാണ് ഞാൻ എന്റെ ഷീബയിനും സെൻഡ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെ നമ്മുടെ ബിഗ്ഗറ്റ് അതുപോലെ വാരക്സ് ആപ്ലിക്കേഷനും സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ഇവിടെ ആദ്യമേ ബിഗ്ഗറ്റ് ത്രൂ ഷീബ ഇനു നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഷീബ ഇനു ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ കറണ്ട് വാലറ്റും അതേപോലെ എൻ്റെ കറണ്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ നേരെ ഹോമിൽ ചെന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, ലെഫ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ് ബട്ടൺ വരും. ആ ഒരു ഡെപ്പോസിറ്റ് ബട്ടൺ എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നമുക്ക് ഷീബ ഇനുമാണ് വേണ്ടത്. സോ ഷീബ SHIB എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സോ അവിടെ നമ്മൾ BEP20 എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ആ കൊടുത്തേക്കുന്ന അഡ്രസ്സ് നേരെ കൊണ്ടുപോയി നമ്മുടെ ട്രോണിക്സിനകത്ത് ഷീബ ഇനു സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. വൺസ് നിങ്ങൾ അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 4 to 6 മണിക്കൂർ എടുക്കും ഷീബ ഇനു നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ. അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരും, അതേപോലെ മെയിലിലും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി എങ്ങനെ നമ്മുടെ ട്രോൺ നമ്മുടെ വാരക്സ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വാരക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ KYC കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം. അതിനുശേഷം നേരെ വാരക്സ് ഓപ്പൺ ചെയ്യുക. അവിടെ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ ആ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളവിടെ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്. നമുക്ക് ട്രോൺ ആണ് വേണ്ടത്. സോ ഇവിടെ ട്രോൺ സെലക്ട് ചെയ്യുമ്പോൾ ഒറ്റ നെറ്റ്വർക്കേ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചൂസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, നേരെ എനിക്ക് TRC തന്നെ കിട്ടും. വൺസ് നിങ്ങൾ ആ ഒരു നെറ്റ്വർക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ജസ്റ്റ് അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. നേരെ നമ്മൾ നേരത്തെ സിമിലറായിട്ട് ചെയ്ത പോലെ നമ്മുടെ ടെലിഗ്രാം ട്രോണിക്സ് പോവുക, വാരക്സ് ഓപ്പൺ ആക്കുക. ആൻഡ് വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചെയ്തത് തന്നെ സെയിം ആണ്. ഈ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ടെലിഗ്രാം ട്രോണിക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമ്മൾ സെൻഡ് ബട്ടൺ, നമ്മുടെ ട്രോണിൻ്റെ സെൻഡ് ബട്ടണിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഇത് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ എൻ്റെ DM അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടണമെങ്കിൽ ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇത് INR ആക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഇടയിൽ വേണം എന്നൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ OG Aaron എന്നാണ് എൻ്റെ ID. സോ അവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം.